ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അടുത്ത് ഉള്ള പള്ളിയിൽ ഉസ്താദ്മാർക്ക് ചിലവായിരുന്നു കേട്ടോ. 4 5 പേരൊക്കെ ഉണ്ടാവും അവർ. അപ്പോൾ അവർക്കുള്ള ചിലവായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള പള്ളി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് സമയം ഒന്ന് പള്ളിക്ക് ഇങ്ങനെ നോക്കി നിൽക്കൂട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് 5 മണിക്ക് തന്നെ എണീറ്റു കേട്ടോ. കാരണം ഇന്ന് കൂടുതൽ ജോലി അടുക്കളയിലുള്ളതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ കുഞ്ഞ് അടുക്കളയിലെത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കറി ഇന്ന് ഇതാക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ രാത്രിയിലേക്ക് ഞാൻ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രീൻ പീസ് ഞാൻ കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഗ്രീൻ പീസ് കുറുമ ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തേങ്ങ ചിരകാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ 5:45 6 മണിയായി തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ സ്വത്തുമണികൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒളിച്ച് ഉണർത്തി. അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടോ. സാധാരണ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങാറ് 6:30ക്കാണ് കേട്ടോ. അവർ മദ്രസയിൽ പോയതിന് ശേഷം. ഇങ്ങനെയുള്ള വിശേഷമുള്ള ദിവസം, അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് പിന്നെ ഉറക്കം കുറവായിരിക്കും കേട്ടോ. കാരണം ഓരോരു കുട്ടികൾ ഫുഡിൻ്റെ സമയത്ത് വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാവണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ സ്വത്തുമണികൾ മദ്രസയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അടുക്കള ജോലി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തേങ്ങ മിക്സിയിലിട്ട് അരക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കാണ് നമ്മൾ ഷിബിലി മോന് മദ്രസയിലേക്കുള്ള നിസ്കാര ചാർട്ട് ശരിയിടാൻ വേണ്ടി വരുന്നത് കേട്ടോ. എന്നും രാത്രി ഇത് സൈൻ ചെയ്ത് വെക്കുന്നതാട്ടോ. പക്ഷെ എന്നാലും മറന്നുപോയി. അപ്പോൾ അവന് രാവിലെ തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ. ഇത് ഇവരുടെ മദ്രസയിൽ സ്ഥിരം ഉള്ളതാണ്. ഓരോ മാസത്തിലും ഫുള്ള് നിസ്കരിച്ച കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് സമ്മാനമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന്. അങ്ങനെ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഷിബിലി മോൻക്കും മോൾക്കും കിട്ടിയിട്ട സമ്മാനം. എന്നും നിസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ശരിയിടണം, എല്ലാന്നുണ്ടെങ്കിൽ തെറ്റിടണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മാത്രം പോലെ ഡെയിലി ഹാജറും വേണം കേട്ടോ. അങ്ങനെ അവർ മദ്രസയിൽ പോകുന്നത് ഞാനൊന്ന് നോക്കി നിൽക്കണം കേട്ടോ അവർ പോകുന്നത്. എത്ര സമയത്തിരക്കുണ്ടെങ്കിലും ഞാനൊന്ന് കാണണം അവർ പോകുന്നത് കേട്ടോ. അതാണ് അവർക്കിഷ്ടം. അങ്ങനെ നമ്മൾ തേങ്ങ കരക്കലൊക്കെ നമ്മൾ കറി റെഡിയായി. പിന്നെ ഞാൻ കടി ഉണ്ടാക്കിയത് നൂൽപുട്ടായിരുന്നു കേട്ടോ. നൂൽപുട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണേ. അങ്ങനെ നൂൽപുട്ട് കുറച്ചായതിന് ശേഷം നമ്മൾ ഇക്കാക്ക് ചായ കൊടുത്തു. അങ്ങനെ ഇക്ക ചായ കുടിക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ അരി അടുപ്പത്ത് ഇട്ടിട്ടാ. വേവുള്ള അരിയായിരുന്നു. പിന്നെ ഞാൻ അരി അടുപ്പത്ത് ഇട്ടതിന് ശേഷം ഞാൻ മുറ്റൊന്ന് അടിച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറ്റമൊക്കെ അടിച്ചൊരി. ശരിക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. പിന്നെ ഫുഡൊക്കെ നമുക്ക് ആ സമയത്തേക്കാകും വേണ്ടേ. അത് വിചാരിച്ചിട്ട് എടുക്കണില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. മൊലേറ്റ് വരുമ്പോഴേക്കും ഇക്ക കൊലയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ മൊലേറ്റ് വന്ന് ചായ കുടിച്ച് പോയി. അതിനുശേഷം ഉച്ചക്ക് കറി വെക്കാനുള്ള ഏർപ്പാടില്ലായിട്ടാണ് വെള്ളരിക്ക കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ചായ കുടിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണേ. അപ്പോൾ ഇന്ന് നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത പണി കേട്ടോ. വൈകുന്നേരം വരെ പണി തന്നെ ആയിരിക്കും കേട്ടോ. രാവിലത്തെ ചായയും കടിയും, ഉച്ചക്കത്തെ ചോറും കൂട്ടാനും, വൈകുന്നേരത്തെ ചായയും കടിയും, പിന്നെ രാത്രിക്കത്തെ ചപ്പാത്തിയും കറിയും, ഇതായിരിക്കും കേട്ടോ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടി ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് പച്ചരി വെള്ളത്തിലിട്ടിരുന്നു. പിന്നെ ശർക്കര ഞാൻ മെൽറ്റാക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ചിക്കൻ അപ്പോഴേക്കും നമ്മളെ കറി റെഡി ആയിട്ടോ. അതൊക്കെ ഒന്ന് വറവിട്ടോ. പിന്നെ ഉപ്പേരിക്ക് ബീൻസ് ആയിരുന്നു കേട്ടോ. ബീൻസും മുതിരയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുതിര കുക്കറിലിട്ടു. അതിന് ശേഷം ബീൻസും അടുപ്പത്തിട്ട് വേവിക്കാൻ വെച്ചോ. ഇന്ന് എൻ്റെ ഒരടുപ്പിനും റെസ്റ്റ് ഇല്ല കേട്ടോ. എന്താ ഈസിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ഗ്യാസുമ്മ ഉപ്പേരിക്കുള്ളത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു റെസ്റ്റ് ഇല്ലാത്ത പണിയില്ലേ. എൻ്റെ ഈസി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കളർ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഈസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നല്ലോണം ചില സമയത്ത് ഞാൻ പോരുന്നു. അപ്പോൾ ഒന്ന് പോവും, പിന്നെ വീണ്ടും ഇതേപോലെ വരും കേട്ടോ. അടുത്തുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പത്തേക്കുള്ള മാവ് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരി കഴുകി വെച്ചിരുന്നു, പച്ചരി. അപ്പോൾ അതൊന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് മിക്സിയിലേക്ക്. പിന്നെ കുറച്ച് മൈദ ഇട്ടു. പിന്നെ കുറച്ച് ചോറും പിന്നെ നമ്മൾ മെൽറ്റാക്കിയ ശർക്കരയും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് അരച്ചെടുത്തു കേട്ടോ. നേരത്തെ തന്നെ അരച്ച് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പം റെഡി ആവുള്ളൂ. അതാട്ടോ നേരത്തെ തന്നെ അരച്ച് വെക്കുന്നത്. അത് റെഡി ആയതിന് ശേഷം നമ്മൾ ബീൻസിലേക്കുള്ള മുതിര വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം ബീൻസ് ഒന്ന് ഇളക്കിയെടുത്തു. പിന്നെ മുതിര ഒന്ന് അതിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നു. അതും കൂടി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്തു. എല്ലാ വീഡിയോസൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെ ഉച്ചക്കത്തെ എൻ്റെ കുഞ്ഞു അടുക്കളയിൽ അടുക്കള പണികളെല്ലാം തീർന്നു കേട്ടോ. ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ അടിച്ചുവാരണം, തുടക്കണം, ഇതൊക്കെയാണ് അടുത്ത പണി. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ വീഡിയോ എങ്ങനെയുണ്ട്, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം കേട്ടോ. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോലിലിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇത് മാങ്ങ ഉണക്കിയിട്ട് അച്ചാർ ഇട്ടതാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ ഇട്ട് വെച്ചതായിരുന്നു, അതാണ് ഇതിൻ്റെ റെസിപ്പി കാണിക്കാത്തത്. ഉസ്താദന്മാർക്കുള്ള ചോറും കൂട്ടാനൊക്കെ ബോക്സിലാക്കിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോരിട്ട് ഭക്ഷണം കഴിച്ച് മോരിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചാമ്പൊക്കെ മോരിട്ടൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ പള്ളിക്ക് ഒന്ന് കഴിച്ചോളി വെറുതെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോഴേക്കും ഇതേ ക്ലീനാക്കി അടുക്കള വീണ്ടും പരന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ക്ലീനാക്കണം, അതാണ് അടുത്ത ലക്ഷ്യം. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതന്നെ പണി. രാവിലെ നേരം വെളുത്ത് അടിച്ച് വരിക, തുറക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, അലക്കാനുള്ളത് അലക്കുക, പിന്നെ എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകുക, ഇതൊക്കെ തന്നെ പണി. എന്താല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റംസാനല്ലേ വരുന്നത്, ഒരു നനച്ചുടിയൊക്കെ കഴിക്കണ്ടേ. ഇൻഷാ അല്ലാഹ് തുടങ്ങണമെന്ന് വിചാരിക്കൊണ്ട് നിങ്ങളൊക്കെ തുടങ്ങിയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അടുക്കളൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു, അടുക്കളൊക്കെ ക്ലീൻ ആയിട്ടോ. അതിനുശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടോ ഉച്ചക്ക്. പിന്നെ വീണ്ടും അടുക്കളയ്ക്ക് ഇറങ്ങാനുള്ളതല്ലേ, വൈകുന്നേരത്തേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണ്ട. അപ്പോൾ അതിനുള്ള മാവ് റെഡിയാക്കി വെച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സമയത്ത് ഞാൻ അതിലേക്ക് 2 സ്പൂൺ റവയും പിന്നെ അത്യാവശ്യത്തിന് പിന്നെ തേങ്ങയും ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ടിട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരടുപ്പത്ത് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പത്ത് പിന്നെ കുറച്ച് എള്ളും കരിഞ്ജീരകവും കൂടി അതും വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചിട്ട് അത് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പൊങ്ങി വരാറുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടാറുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഉണ്ണിയപ്പം അല്ല കേട്ടോ, കൽത്തപ്പമായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും, പക്ഷേ കൽത്തപ്പമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉണ്ണിയപ്പം തന്നെ ആക്കിയിട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടപ്പട്ട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അലക്കിയ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണേ. അതിന് ശേഷം മുകളിലോട്ട് വന്ന് ചായയും കടിയൊക്കെ കൊണ്ടുപോയി ഞങ്ങളും കുടിച്ചു കേട്ടോ. അതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് ഇറങ്ങി രാത്രിയിലേക്കുള്ള ചിക്കൻ കറിക്കുള്ള റെഡിയാക്കുകയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റാണ്. ഒരുപാട് ആളുള്ളതുകൊണ്ട് തേങ്ങക്കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ചിക്കന്. അപ്പോഴേക്കും ഇതേ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുത്തു. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ ഞാൻ കുക്കറിൽ പൊട്ടാറ്റോയും ചിക്കനും പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ട് അതൊന്ന് വേവിച്ചെടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കനിലോട്ടുള്ള തേങ്ങ ഒക്കെ അരച്ച് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം തേങ്ങ അരച്ചതൊക്കെ പറഞ്ഞ് ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.